നമസ്കാരം. ജെ ലൈഫ് സ്റ്റൈൽ സ്ലീപ്പിംഗ് സ്റ്റോറി ടെല്ലിംഗ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദിനം മുഴുവൻ ഉണ്ടായ തിരക്കുകളും ചിന്തകളും അല്പസമയം മറന്ന് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനുള്ള സമയമാണിത്. സുഖമായി കിടക്കൂ, കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ. എന്റെ ശബ്ദത്തോടൊപ്പം ഈ മനോഹരമായ കഥയുടെ ലോകത്തിലേക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഉറക്കക്കഥയിലേക്ക് സ്വാഗതം. മാന്ത്രിക പേന കിട്ടിയ തെരുവ് ബാലൻ ഭാഗം 3. എന്റെ പേര് അലക്സ്. ആ പഴയ ഗവേഷണകേന്ദ്രത്തിന്റെ രഹസ്യമുറിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു. എന്റെ കൈയിൽ നീല മാന്ത്രിക പേൻ, എന്റെ മുന്നിൽ ഗ്ലാസ് പെട്ടിക്കുള്ളിൽ ചുവന്ന മാന്ത്രിക പേൻ. വാതിലിൽ രാജീവ് മേനോൻ. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു വിജയച്ചിരി. അവസാനം നമുക്ക് രണ്ടുപേർക്കും വേണ്ടത് ഇവിടെ തന്നെയുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം. ഈ ചുവന്ന പേനയുടെ രഹസ്യം എന്താണ്? രാജീവ് പതുക്കെ മുന്നോട്ട് നടന്നു. വർഷങ്ങളായി ഞാൻ ഇതിനെ അന്വേഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു. അദ്ദേഹം ചിരിച്ചു. എന്റെ മുത്തച്ഛൻ ഈ ഗവേഷണകേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ഗ്ലാസ് പെട്ടിയിലേക്ക് വിരൽ ചൂണ്ടി. ഇത് സാധാരണ മാന്ത്രിക പേനയല്ല. അപ്പോൾ എന്റെ കൈയിലെ നീല പേന പെട്ടെന്ന് തിളങ്ങാൻ തുടങ്ങി. മുറിയിലാകെ നീല വെളിച്ചം പരന്നു. അതേസമയം ചുവന്ന പേനയും പ്രകാശിക്കാൻ തുടങ്ങി. രണ്ട് പേനകളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഗ്ലാസ് പെട്ടി സ്വയം തുറന്നു. ഡഹ്! ചുവന്ന പേന പതുക്കെ വായുവിലേക്ക് ഉയർന്നു. ഞാനും രാജീവും അത്ഭുതത്തോടെ നോക്കി. അപ്പോൾ മുറിയുടെ നടുവിൽ ഒരു പ്രകാശരൂപം പ്രത്യക്ഷപ്പെട്ടു. ഒരു വയോധികന്റെ രൂപം. ഞാൻ പേടിച്ച് പിന്നോട്ട് മാറി. പക്ഷേ ആ രൂപം ശാന്തമായിരുന്നു. ഭയപ്പെടേണ്ട, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ആരാണ്? ഞാൻ ചോദിച്ചു. ഈ പേനകളുടെ സ്രഷ്ടാവ്. എന്റെ കണ്ണുകൾ വികസിച്ചു. എന്ത്? 100 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പേനകൾ നിർമ്മിച്ചു. രാജീവ് മുന്നോട്ട് വന്നു. അപ്പോൾ ഈ പേനകളുടെ മുഴുവൻ ശക്തിയും എനിക്ക് പറയൂ. വയോധികൻ അദ്ദേഹത്തെ നോക്കി. അതാണ് നിന്റെ പ്രശ്നം. എന്താണ്? നീ ശക്തിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ഉത്തരവാദിത്തത്തെക്കുറിച്ചല്ല. രാജീവ് അസ്വസ്ഥനായി. അപ്പോൾ ആ പ്രകാശരൂപം എന്നെ നോക്കി. നിന്റെ പേര്? അലക്സ്. നീ ഈ പേന ഉപയോഗിച്ചത് എന്തിനാണ്? ആളുകളെ സഹായിക്കാൻ. വയോധികൻ പുഞ്ചിരിച്ചു. അതുകൊണ്ടാണ് നീല പേന നിന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ അത്ഭുതപ്പെട്ടു. പേന എന്നെ തിരഞ്ഞെടുത്തോ? അതെ. അപ്പോൾ അദ്ദേഹം ഒരു വലിയ രഹസ്യം പറഞ്ഞു. ഈ ലോകത്ത് 3 മാന്ത്രിക പേനകളുണ്ട്. 3? അതെ. ഞാനും രാജീവും ഒരുപോലെ ഞെട്ടി. നീല പേന സൃഷ്ടിക്കുന്ന ശക്തിയുള്ളതാണ്. ചുവന്ന പേൻ? അതിന് രൂപാന്തരപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. 3ാമത്തെ പേന? അദ്ദേഹം കുറച്ച് നിമിഷം നിശ്ശബ്ദനായി. അത് ഏറ്റവും ശക്തമാണ്. മുറിയിൽ വീണ്ടും നിശ്ശബ്ദത. അതിന്റെ പേർ സ്വർണ്ണ പേൻ. എന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അത് എവിടെയാണ്? അത് കണ്ടെത്താൻ ആദ്യം നിങ്ങൾ യോഗ്യത തെളിയിക്കണം. രാജീവ് പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് അത് വേണം. വയോധികൻ അദ്ദേഹത്തെ നോക്കി. ലോഭം നിന്റെ കണ്ണുകളെ അന്ധമാക്കുന്നു. രാജീവ് ദേഷ്യപ്പെട്ടു. എനിക്ക് ആരുടെയും ഉപദേശം വേണ്ട. പെട്ടെന്ന് അദ്ദേഹം മുന്നോട്ട് ചാടി. ചുവന്ന പേന പിടിക്കാൻ ശ്രമിച്ചു. അത് സ്പർശിച്ച നിമിഷം ഒരു വലിയ പ്രകാശം പൊട്ടിപ്പുറപ്പെട്ടു. ധൂം! രാജീവ് നിലത്തേക്ക് തെറിച്ചു വീണു. ഞാൻ ഞെട്ടി. വയോധികൻ തലകുലുക്കി. ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജീവ് പതുക്കെ എഴുന്നേറ്റു. അദ്ദേഹത്തിന് പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു. അപ്പോൾ ചുവന്ന പേന പതുക്കെ എന്റെ അടുത്തേക്ക് വന്നു. അത് വായുവിൽ ഒഴുകി. ശേഷം എന്റെ കൈയിൽ വന്നു വീണു. ഇപ്പോൾ എന്റെ കൈയിൽ 2 പേനകൾ, നീലയും ചുവപ്പും. അപ്പോൾ വയോധികൻ പറഞ്ഞു. ഇനി അടുത്ത ഘട്ടം ആരംഭിക്കുന്നു. അദ്ദേഹം വായുവിൽ ഒരു മാപ്പ് സൃഷ്ടിച്ചു. ഒരു ദ്വീപ്, ഒരു മൽ, ഒരു പുരാതന ക്ഷേത്രം. അവിടെയാണ് സ്വർണ്ണ പേനയുടെ ആദ്യ സൂചന. ഞാൻ മാപ്പ് ശ്രദ്ധയോടെ നോക്കി. പെട്ടെന്ന് പ്രകാശരൂപം മങ്ങിത്തുടങ്ങി. ഓർമ്മിക്കൂ അലക്സ്. എന്ത്? ശക്തിയേക്കാൾ വലിയതാണ് നല്ല മനസ്സ്. അത് പറഞ്ഞതോടെ അദ്ദേഹം അപ്രത്യക്ഷനായി. മുറി വീണ്ടും നിശ്ശബ്ദമായി. ഞാൻ ചിന്തകളിൽ മുങ്ങിനിന്നു. പക്ഷേ രാജീവ് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം എന്നെ നോക്കി. ശേഷം മാപ്പിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഇപ്പോഴും സ്വർണ്ണ പേനയുടെ പിന്നാലെയാണ്. അന്ന് രാത്രി ഞാൻ ഗവേഷണകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. എന്റെ കൈയിൽ 2 മാന്ത്രിക പേനകൾ. മനസ്സിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ. എന്നാൽ എനിക്കറിയാമായിരുന്നു, യഥാർത്ഥ സാഹസിക യാത്ര ഇപ്പോഴാണ് തുടങ്ങുന്നത്. കാരണം 3ാമത്തെ പേൻ, സ്വർണ്ണ പേൻ, എവിടെയോ എന്നെ കാത്തിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു
അകലെ ഇരുട്ടിൽ ഒരാൾ ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. രാജീവല്ല. മറ്റാരോ. അയാളുടെ കൈയിൽ ഒരു പഴയ ചിത്രം. അതിൽ 3 പേനകളുടെയും ചിത്രം ഉണ്ടായിരുന്നു. അയാൾ പതുക്കെ ചിരിച്ചു. അവസാനം അവൻ യാത്ര തുടങ്ങി. അത് പറഞ്ഞ് അയാൾ ഇരുട്ടിലേക്ക് മറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ സാഹസിക യാത്ര അന്നാണ് ആരംഭിച്ചത്. അടുത്ത ഭാഗത്തിൽ ഗിധർവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസിക യാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ്. നീല പേനയും ചുവന്ന പേനയും സ്വന്തമാക്കിയ അലക്സ് 3ാമത്തെ അതിശക്തമായ സ്വർണ്ണ പേന കണ്ടെത്താനുള്ള യാത്രയിലേക്ക് പുറപ്പെടുന്നു. മാപ്പിലെ രഹസ്യദ്വീപിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? ചുവന്ന പേനയുടെ യഥാർത്ഥ ശക്തി എന്താണ്? റിജബവനെ നിഴലുപോലെ പിന്തുടരുന്ന ആ രഹസ്യ മനുഷ്യൻ ആരാണ്? രാജീവ് മേനോൻ ഇപ്പോഴും സ്വർണ്ണ പേനയുടെ പിന്നാലെയാണോ? പുരാതന ക്ഷേത്രങ്ങളും അപകടകരമായ പരീക്ഷണങ്ങളും ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും നിറഞ്ഞ അടുത്ത ഭാഗം നിങ്ങളെ കാത്തിരിക്കുന്നു. കഥ കൂടുതൽ ആവേശകരമാകുകയാണ്. കഥയുടെ അടുത്ത ഭാഗം കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാകൂ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. മാന്ത്രിക പേന കിട്ടിയ തെരുവ് ബാലൻ ഭാഗം 4 ഉടൻ വരുന്നു.